നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. താനെന്താ മാറി നിൽക്കുന്നേ? ഇനിയും എനിക്കവിടെ പിടിച്ചു നിൽക്കാനാവില്ല സച്ചേട്ടാ. അച്ഛനെ ഇത്ര സന്തോഷത്തിൽ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എല്ലാവരുടെയും ഈ സന്തോഷം കാണാനാവും ഈശ്വരൻ എനിക്ക് ധൈര്യം തന്ന് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. ഇന്നത്തെ ദിവസം എനിക്കും സന്ധ്യ ഡോക്ടർക്കും അത്ഭുതം നിറഞ്ഞതായിരുന്നു. ആ അത്ഭുതത്തിൽ നിന്നുകൊണ്ടാ ഇതെല്ലാം ഉണ്ടായത്. ഈ ദിവസം മുതൽ ഇനി ഇങ്ങോട്ട് എന്നും ഈ കുടുംബവും ഞാനും തന്നോട് കടപ്പെട്ടിരിക്കും അർച്ചന. അത്രയും വലിയൊരു കാര്യം ചെയ്തിട്ടാ താൻ എന്റെ മുന്നിൽ ഇപ്പൊ നിൽക്കുന്നേ. ശരിക്കും ഏട്ടൻ എവിടെ ഉണ്ടായിരുന്നേ? എന്ത് ചെയ്യുമായിരുന്നു? താൻ എങ്ങനെയാ ഏട്ടനുള്ള സ്ഥലം മനസ്സിലാക്കിയേ? ഇത്രയും നാളും തിരികെ വരാൻ കൂട്ടാക്കാതിരുന്ന ഏട്ടൻ എങ്ങനെയാ തന്നോടൊപ്പം ഇപ്പൊ വരാൻ തയ്യാറായത്? ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട് എന്റെ മനസ്സില്. എന്റെ മാത്രമല്ല, ഇവിടെയുള്ള ഓരോരുത്തരുടെയും മനസ്സില്. എനിക്കറിയാം സച്ചേട്ടാ, ഇപ്പോഴുള്ള ഈ സന്തോഷം കെട്ടടങ്ങി കഴിയുമ്പോ ഈ ചോദ്യങ്ങളെല്ലാം ഉയർന്നു വരും. പക്ഷെ നന്ദേട്ടൻ ഇവിടുന്ന് പോയ അന്ന് മുതൽ ഞാൻ ഇന്ന് നന്ദേട്ടനെ കാണുന്നത് വരെയുള്ള ജീവിതം ഈ വീട്ടിലുള്ള ആരും അറിയാൻ ശ്രമിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട് എനിക്ക്. കാരണം അതത്ര സുഖമുള്ള കാര്യങ്ങളല്ല. ഈ സന്തോഷത്തിൽ അതെല്ലാം എല്ലാവരും മറക്കണമെന്ന എന്റെ അഭിപ്രായം. അതിനർത്ഥം ഞാൻ ഒരിക്കലും സച്ചേട്ടനിൽ നിന്നും ഇതെല്ലാം എന്നേക്കുമായിട്ട് ഒളിച്ചു വെക്കുന്ന ഒന്നല്ല. പറയാം, ഞാൻ എല്ലാം പറയാം. പക്ഷേ അതിന് എനിക്ക് കുറച്ച് സാവകാശം വേണമെന്ന് മാത്രം. താൻ പറഞ്ഞതുപോലാണെങ്കിൽ ഈ സന്തോഷത്തിലും ആഹ്ലാദത്തിലും അതൊക്കെ മറക്കുന്നേ നല്ലത്. കാതിന് കേൾക്കാൻ സുഖമില്ലാത്ത വാർത്തകൾ കേട്ട് കണ്ണു നിറയ്ക്കുന്നതിനേക്കാളും നല്ലത് സൗകര്യപൂർവമായി അതങ്ങ് മറക്കുന്നത് തന്നെയാണ്. ചിലപ്പോ നന്ദേട്ടനും അതിനെക്കുറിച്ച് ആലോചിക്കാനും അതൊന്നും ഓർക്കാനും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. തൽക്കാലത്തേക്കെങ്കിലും ഇത്രയും വർഷത്തെ നന്ദേട്ടന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കരുതെന്ന്. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയത് തിരികെ കിട്ടിയതല്ലേ, അതും എന്റെ കൂടപ്പിറപ്പിന്. അതിന് ഞാൻ തന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുക. ഞാൻ തിരികെ എന്ത് ചെയ്തെന്നല്ല പകരാവുക. അറിയില്ല, അതിനുള്ള അവസരങ്ങൾ വരുമ്പോഴൊക്കെ ഞാൻ പ്രത്യുപകാരം ചെയ്തോളാം. എന്തിന്? എന്റെ അനൂപേട്ടൻ സച്ചേട്ടൻ ആരാണോ അതുപോലെ തന്നെയാ എനിക്ക് നന്ദേട്ടനും. എന്റെ സഹോദരനെ ഞാൻ കണ്ടെത്തി. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും വേണ്ട. ഞാനൊന്നും ആഗ്രഹിക്കുന്നുമില്ല. ഇന്നു മുതൽ ഈ വീട് ശരിക്കും ഒരു വീടാവാ. ഈ വീട്ടിലെ പലരുടെയും മാറ്റം സച്ചേട്ടൻ കാണാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് സച്ചേട്ടന് മനസ്സിലായില്ല അല്ലേ? കാണാൻ പോകുന്ന പൂരം ഞാനായിട്ട് പറഞ്ഞ് അതിന്റെ രസവും ഭംഗിയും ഒന്നും കളയുന്നില്ല. ഇന്നു മുതൽ അങ്ങോട്ട് ഇനി പൂരമായിരിക്കും ഈ വീട്ടില്. സച്ചേട്ടൻ കണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.